കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ 4 മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. പൊന്നുണ്ണിക്കണ്ണനതാ ശ്രീലകത്ത് പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ് കേട്ടോ. നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട്, നല്ല ശോഭയോടുകൂടി കത്തുന്നുണ്ട്. ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരി കൂടുതൽ ഭംഗിയുള്ളതായി നമുക്ക് കാണാം. പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി, നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്, ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, മാറത്തൊരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് നിൽക്കുകയാണ് പൊന്നുണ്ണി. സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 2 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. അങ്ങനെ നിന്ന് ആ പുഞ്ചിരി തൂകുന്ന രൂപം നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ട് ആനന്ദത്തിൽ ആറാടി. ആ കണ്ണൻ്റെ അടുത്തേക്ക് അതാ നാരായണനാമ മന്ത്രം ചൊല്ലി ഓടി ഓടി ഓടിപ്പോകുന്നു. ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ, പ്രാർത്ഥിക്കണോ. കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണോ. ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ സുന്ദര രൂപം, ആ സച്ചിദാനന്ദക്കട്ട പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ. എല്ലാവരും ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കുക. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പുഞ്ചിരിച്ച് നിൽക്കുന്ന കണ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ. ആ കണ്ണനെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവട്ടെ. കണ്ണൻ്റെ നാമങ്ങളെല്ലാവരും ഉറക്കെ ജപിച്ചോളൂ കേട്ടോ. നാരായണ നാരായണ നാരായണ. സ്നേഹത്തോടുകൂടി, ഭക്തിയോടുകൂടി, വാത്സല്യത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി കണ്ണനെ വിളിച്ചു കഴിഞ്ഞാൽ കണ്ണൻ വിളി കേൾക്കും, അതുറപ്പാണ്. കണ്ണൻ അത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എത്രത്തോളം സ്നേഹത്തോടു കൂടി വിളിക്കണോ അതിൽ കൂടുതൽ സ്നേഹത്തോടു കൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും. ഓടി വന്ന് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും. എല്ലാവരും ജപിച്ചോളൂ നാമം കേട്ടോ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക. അത്രയും വിശിഷ്ടമായ മന്ത്രമാണ്. ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം, സർവ്വസമ്പൽ സമൃദ്ധി, സർവ്വ ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് എന്നിവ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഒരു വിഷമം വിചാരിക്കേണ്ട, എല്ലാവരും ജപിച്ചോളൂ നാമങ്ങൾ. കണ്ണൻ നമുക്ക് എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും തന്നുകൊള്ളും. നാരായണ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.